ഒരു നവോത്ഥാന നായകന്റെ പരിവേഷം പോലെ ഇന്ന് അക്ഷരം തെറ്റാതെ ഈ കാലഘട്ടത്തിൻ്റെ നായകനെന്ന്, ഖായിദുൽ ഖൗമെന്ന്, ഖായിദെ മില്ലത്തെന്ന് നമുക്ക് വിളിക്കാൻ കഴിയുന്ന നാമധേയത്തിൻ്റെ ഉടമസ്ഥനാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അനിഷേധ്യ നായകനായ, അതിൻ്റെ പ്രസിഡൻഷ്യൽ പദവിയിലിരിക്കുന്ന അഭിവന്യ നായകർ, ആദരണീയരായ സയ്യിദുൽ ഉലമ മുത്തായ മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ എന്ന് നമുക്ക് പറയാൻ കഴിയും. ഇന്നത്തെ വാർത്താ മാധ്യമപ്പടയുടെ മുൻപിൽ തങ്ങൾ പൊട്ടിച്ച വെടി ചെറുതല്ല. പലർക്കും ഒരു ആക്ഷേപമുണ്ടായിരുന്നു, കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ താലോലിക്കുകയും അവരോട് മൃദു സമീപനം സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ചുവപ്പൻ നേതാവാണ് സയ്യിദുൽ ഉലമയെന്ന്. അങ്ങനെ ചിന്തിച്ച ആളുകൾ അവരുടെ സ്വരത്തിൽ, പ്രതിപക്ഷ കക്ഷികളുടെ സ്വരത്തിൽ സമസ്തയുടെ അധ്യക്ഷൻ സംസാരിക്കണമെന്ന് ശാഠ്യം പിടിച്ചെടുത്താണ് അവർക്ക് അബദ്ധം പറഞ്ഞത്. ഇവിടെ വിഷയാധിഷ്ഠിതമാണ് കാര്യങ്ങൾ. അള്ളാഹുവിൻ്റെ ദീന് സംരക്ഷിക്കുകയും സുന്നത്ത് ജമാഅത്തിനെ പരിരക്ഷിക്കുകയും ചെയ്യുക എന്ന ദൗത്യം നിറവേറ്റുക എന്നതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആത്യന്തികമായ ലക്ഷ്യം. ആ ലക്ഷ്യത്തിന് ആരോടൊക്കെ കൂട്ടുകൂടാൻ പറ്റുമോ, ആരോടൊക്കെ വിയോജിപ്പ് പ്രകടിപ്പിക്കാൻ പറ്റുമോ, അതാതു കാലഘട്ടങ്ങളിൽ ഇതിൻ്റെ തലപ്പത്തിരുന്ന നായകന്മാർ അത് നിർവഹിച്ചു പോന്നിട്ടുണ്ട്. ആ പാരമ്പര്യത്തിൽ നിന്ന് അണുകിട വ്യതിചലിക്കാതെ തൻ്റെ ദൗത്യ നിർവഹണവുമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100ാം വാർഷികത്തിലേക്ക് ഒരു ജനതയെ കൊണ്ടുപോവുകയാണ് സയ്യിദുൽ ഉലമ മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ. സ്കൂൾ സമയമാറ്റവുമായി ബന്ധപ്പെട്ട ചർച്ച കൊടുമ്പിരി കൊണ്ടപ്പോൾ, ഈ ഉമ്മത്തിന്റെ മതപഠനത്തെ അത് സാരമായി ബാധിക്കുമെന്ന് മനസ്സിലാക്കിയപ്പോൾ, ഒരു മഹാവൃക്ഷത്തെ അടിയോടെ പിഴുതെറിയുന്നതിന്റെ മുൻപ് അതിന്റെ ചില്ലകൾ വെട്ടിയൊതുക്കുന്നത് പതിവാണ്. അതുപോലെയാണ് ഈ ഒരു ചെറിയ സമയമാറ്റം പോലും എന്ന് ക്രാന്തദർശിത്വത്തോടെ നോക്കിക്കാണാൻ സമസ്തക്ക് സാധിച്ചിട്ടുണ്ട്, അതിന്റെ അധ്യക്ഷന് സാധിച്ചിട്ടുണ്ട്. ആരാണ് ഇതിനെതിരെ സമുദായത്തിന്റെ ഭാഗത്ത് നിന്ന് പ്രതികരിക്കാൻ മുൻപോട്ട് വന്നിട്ടുള്ളത്, ആർജവം കാണിച്ചിട്ടുള്ളത്? ഉമ്മത്ത് കണ്ണു തുറന്ന് ഹൃദയം കൊണ്ട് ചിന്തിക്കേണ്ട സന്ദർഭമാണിത്. മതമില്ലാത്ത ജീവൻ എന്ന പാഠഭാഗത്തിലൂടെ നിരീശ്വരത്വം പഠിപ്പിക്കാൻ കമ്മ്യൂണിസ്റ്റ് സർക്കാർ മുന്നോട്ട് വന്നപ്പോൾ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ശ്രീ എം.എ. ബേബിയുടെ നേതൃത്വത്തിൽ അങ്ങനെ ഒരു കുൽസിത ശ്രമം നടന്നപ്പോൾ നഖശിഖാന്തം അതിനെ എതിർത്തു തോൽപ്പിച്ചിട്ടുണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അതിന് കൂടെ നിൽക്കാൻ പറ്റിയ ആളുകളെ കൂട്ടിപ്പിടിച്ചിട്ടുണ്ട്. ഇവിടെ ലക്ഷ്യം അള്ളാഹുവിൻ്റെ ദീനാണ്. അതിനപ്പുറം സ്വാർത്ഥമായ ഒരു താല്പര്യവുമില്ലാതെ, ഭൗതിക ലാഭേച്ഛകളൊന്നുമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ പേരാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ഇങ്ങനെ നിരീശ്വര നിർമ്മത പ്രസ്ഥാനക്കാർ എന്തെല്ലാം അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ശരീഅത്തിന് ഘടകവിരുദ്ധമായ പ്രവർത്തനങ്ങളുമായി ഏതേതു കാലഘട്ടങ്ങളിൽ വന്നിട്ടുണ്ടോ അപ്പോഴെല്ലാം അവർക്കെതിരെ അതിശക്തമായ ചാട്ടുളിയായി പ്രഹരശേഷിയുള്ള ബോംബായി വർഷിക്കാൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കും അതിന്റെ നായകന്മാർക്കും സാധിച്ചിട്ടുണ്ട്. ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ